ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി. നിങ്ങളുടെ എക്സാമിന് മാത്രമല്ല, കരിയറിലും ഭയങ്കരമായി യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഒരു കമ്പനിയെ വിജയത്തിലേക്ക് നയിക്കുന്ന ആ ഒരു നട്ടെല്ല് അതെന്താണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം, അല്ലേ? ഓക്കേ, അപ്പോൾ ഈ ചോദ്യത്തിന് തന്നെ തുടങ്ങാം. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, അല്ലേ? ഈ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ഉണ്ട്. അതെന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല, സപ്ലൈ ചെയിനാണ്. സത്യം പറഞ്ഞാൽ ഒരു കമ്പനിയുടെ നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യൂഹം എന്ന് തന്നെ ഇതിനെ വിളിക്കാം. അപ്പോൾ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു ബിസിനസ്സിലെ മറ്റു ഭാഗങ്ങളുമായി സപ്ലൈ ചെയിൻ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു നോക്കും. പിന്നെ സ്ട്രാറ്റജിയെക്കുറിച്ച് സംസാരിക്കും. സ്പീഡും കോസ്റ്റും തമ്മിലുള്ളൊരു ചോയ്സ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കും. പിന്നെ വളരെ ഡേഞ്ചറസ് ആയ ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ട്, അതെന്താണെന്ന് കാണും. അവസാനം ഇതിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നും നോക്കും. സോ ഇറ്റ്സ് എ ക്ലിയർ റോഡ് മാപ്പ് ഫോർ അസ്. ഓക്കേ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് അല്ല. നമ്മുടെ നാട്ടിലെ ഒരു തട്ടുകട ഒന്ന് ഓർത്തു നോക്കിയേ. അവിടെ ദോശയുണ്ടാക്കുന്ന ചേട്ടൻ, ചായ അടിക്കുന്നയാൾ, പിന്നെ കാശ് വാങ്ങുന്നയാൾ. ഇവർ തമ്മിലൊരു അടിപൊളി കോർഡിനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചൂട് ദോശയും ചായയും പെട്ടെന്ന് കിട്ടുമോ? ഇല്ല. അതേപോലെയാണ് ഒരു വലിയ കമ്പനിയിൽ സപ്ലൈ ചെയിനും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ബന്ധം. പെർഫെക്റ്റ് സിങ്ക്. അപ്പോൾ എന്താണ് ഈ സപ്ലൈ ചെയിൻ? നൗ ഫോർ യുവർ എക്സാംസ് ഈ ഇംഗ്ലീഷ് ഡെഫിനേഷൻ ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ബട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണിത്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി അവിടെ നിന്ന് അത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു മുഴുവൻ നെറ്റ്വർക്ക്, അതാണ് സപ്ലൈ ചെയിൻ. ഇനി ഈ ചെയിനിലെ കുറച്ച് പ്രധാനപ്പെട്ട കണ്ണികൾ, AKA a few key linkages, ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ്. സപ്ലൈ ചെയിനിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. വൈ? ലെറ്റ്സ് സീ. കാരണം മാർക്കറ്റിംഗ് ടീമാണ് കസ്റ്റമേഴ്സിന് എന്താ വേണ്ടത്, എപ്പോഴാ വേണ്ടത് എന്നൊക്കെ റിസർച്ച് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് സപ്ലൈ ചെയിൻ ടീം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അതായത് ഡിമാൻഡ് മുൻകൂട്ടി പ്രവചിക്കുക. ഇത് കറക്റ്റായില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒന്നുകിൽ സാധനം സ്റ്റോക്ക് തീർന്നുപോവും, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് വെറുതെ കെട്ടിക്കിടക്കും. സോ റിമെമ്പർ ദിസ് ടേം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ്സ് സൂപ്പർ ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് അപ്പ് ദ നെക്സ്റ്റ് ലിങ്ക് ഇസ് ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ബിസിനസിന്റെ പൈസയുടെ കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റും സപ്ലൈ ചെയിനും തമ്മിലും നല്ലൊരു കണക്ഷനുണ്ട്. ഫിനാൻസ് ടീമാണ് ഓരോ കാര്യത്തിനും ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽസ് വാങ്ങാനും പ്രൊഡക്ഷനും ലോജിസ്റ്റിക്സിനും ഒക്കെ എത്ര പണം ചെലവഴിക്കാം എന്ന് അവർ പറയും. ഇതിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി കീ ടു കീപ്പിംഗ് ദ കമ്പനി പ്രോഫിറ്റബിൾ ആൻഡ് ഹെൽത്തി. Alright, let's move on to our second section, and this one is really important. ഒരു കമ്പനിയുടെ ഓവറോൾ ഗെയിം പ്ലാനും അതിന്റെ സപ്ലൈ ചെയിനിന്റെ ഗെയിം പ്ലാനും ഒരേ പേജിലായിരിക്കണം, അല്ലെങ്കിൽ കളി മൊത്തം പാളും. ഇവിടെ നമ്മൾ 2 ടൈപ്പ് സ്ട്രാറ്റജിയെക്കുറിച്ച് പഠിക്കണം. ഫസ്റ്റ്, കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജി. സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റിൽ വിജയിക്കാൻ കമ്പനി എന്ത് പ്ലാനാണ് ഉപയോഗിക്കുന്നതെന്നതാണ്. സെക്കൻഡ്, സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി. ആ വിജയം നേടാൻ വേണ്ടി സപ്ലൈ ചെയിൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള പ്ലാൻ. ഇവ രണ്ടും തമ്മിൽ ഒരു പെർഫെക്റ്റ് അലൈൻമെന്റ് വേണം. Now, this slide is what I'd call an exam focus slide, so pay close attention. ഈ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ കമ്പനിയുടെ കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ, ആ ഫസ്റ്റ് റോ നോക്കൂ. വാൾമാർട്ട് പോലൊരു കമ്പനി, അവരുടെ ലക്ഷ്യം കോസ്റ്റ് ലീഡർഷിപ്പാണ്, അതായത് ഏറ്റവും കുറഞ്ഞ വില കൊടുക്കുക. അപ്പോൾ വലതുവശത്ത് കാണുന്ന പോലെ അവരുടെ സപ്ലൈ ചെയിൻ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എഫിഷ്യൻസി, അതായത് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിൽ. ഇനി സെക്കൻഡ് റോ നോക്കൂ. ആപ്പിൾ ഐഫോൺ, അതൊരു യുണീക്ക് പ്രോഡക്റ്റ് ആണല്ലേ. അപ്പോൾ അവരുടെ സപ്ലൈ ചെയിൻ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ യു സീ, ദ ബിഗ് പ്ലാൻ ഡിസൈഡ്സ് ദ സപ്ലൈ ചെയിൻസ് ജോബ്. ഓക്കെ, സെക്ഷൻ 3. ഇത് എല്ലാ സപ്ലൈ ചെയിനും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഡിലമയാണ്. സ്പീഡ് വേണോ അതോ കോസ്റ്റ് കുറയ്ക്കണോ? ഒരു എക്സാമ്പിൾ പറയാം. വളരെ കുറഞ്ഞ വിലയ്ക്ക് ടീഷർട്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറി. അവരുടെ ഫോക്കസ് എന്തായിരിക്കും? കോസ്റ്റ്. എന്നാൽ നമ്മുടെ വീടിനടുത്തുള്ളൊരു ടൈലർ ചേട്ടൻ്റെയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെട്ടെന്ന് തയ്ച്ചു തരിക. ദാറ്റ്സ് സ്പീഡ്. ഈ 2 കോൺസെപ്റ്റുകൾ വളരെ പ്രധാനമാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സിംപ്ലി ലോ കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ്, കസ്റ്റമറുടെ ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള കഴിവ്. Think about Amazon's one-day delivery. That's responsiveness. But here's the catch. You usually can't be number one at both at the same time.
ഈയൊരു ഐഡിയയെയാണ് നമ്മൾ എഫിഷ്യൻസി വേഴ്സസ് റെസ്പോൺസിവ്നെസ് ഫ്രണ്ടിയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ ബാലൻസിംഗ് ആക്ട്. ഒരു സീസോ പോലെയാണിത്. ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേത് താഴേക്ക് വരും. അതായത് നിങ്ങൾ സ്പീഡ്, അതായത് റെസ്പോൺസിവ്നെസ് കൂട്ടാൻ ശ്രമിച്ചാൽ കോസ്റ്റ് കൂടും. ഇനി കോസ്റ്റ്, അതായത് എഫിഷ്യൻസി കുറയ്ക്കാൻ നോക്കിയാലോ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ കമ്പനിയും അവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഈ ഫ്രണ്ടിയർ ലൈനിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റായ ഒരു പൊസിഷൻ കണ്ടുപിടിക്കണം. ഓക്കേ, സോ നൗ വി നോ ദ ബേസിക്സ്. ഇനി സപ്ലൈ ചെയിനിലെ കോർഡിനേഷൻ ഒന്ന് പാളിയാൽ സംഭവിക്കുന്ന ഒരു ഭയങ്കര പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ കേരളത്തിൽ മൺസൂണിന് തൊട്ടു മുമ്പ് കുടയുടെ ഡിമാൻഡ് കൂടുവന്നോ? ഒന്നാലോചിച്ച് നോക്കി. കടകളിൽ ഒരു ചെറിയ ഡിമാൻഡ് കൂടുമ്പം അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പ്രശ്നത്തിനൊരു പേരുണ്ട്, ദ ബുൾ വിപ്പ് ഇഫക്റ്റ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ദിസ് ഇസ് എ സൂപ്പർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ എനി സപ്ലൈ ചെയിൻ എക്സാം. അപ്പം എന്താണത്? റീറ്റെയിൽ ഷോപ്പുകളിൽ കസ്റ്റമർ ഡിമാൻഡിലുണ്ടാകുന്ന ഒരു ചെറിയൊരു വേരിയേഷൻ സപ്ലൈ ചെയിനിൽ മുകളിലേക്ക് പോകുന്നോറും, അതായത് ഹോൾസെയിലർ പിന്നെ മാനുഫാക്ചറർ അങ്ങോട്ടെത്തുമ്പോഴേക്കും ഒരു ചാട്ടവാർ വീശുന്ന പോലെ ഒരു വലിയ ഓളമായി മാറും. ഈ സ്ലൈഡിലേക്ക് നോക്കൂ. ഈ ബുൾ വിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണാം. സ്റ്റെപ്പ് 1, കസ്റ്റമേഴ്സ് പതിവിലും കുറച്ചധികം കുടകൾ വാങ്ങുന്നു. എ സ്മോൾ ചേഞ്ച്. നൗ ലുക്ക് അറ്റ് സ്റ്റെപ്പ് 2. ഈ ചെറിയ സ്പൈക്ക് കാണുന്ന റീറ്റെയിലർ സ്റ്റോക്ക് തീരുമോ എന്ന് പേടിച്ച് ഒരു വലിയ ഓർഡർ കൊടുക്കുന്നു. ഹീസ് പ്ലേയിങ് ഇറ്റ് സേഫ്. ദെൻ സ്റ്റെപ്പ് 3, ആ വലിയ ഓർഡർ കിട്ടുന്ന ഹോൾസെയിലർ എന്തു ചെയ്യും? ഹി പാനിക്സ് ആൻഡ് പ്ലേസസ് ആൻ ഈവൻ ബിഗർ ഓർഡർ വിത്ത് ദ ഫാക്ടറി. അവസാനം സ്റ്റെപ്പ് 4 എന്താ സംഭവിക്കുന്നത്? ഈ ഭീമൻ ഓർഡർ കാണുന്ന ഫാക്ടറി പ്രൊഡക്ഷൻ ഭയങ്കരമായി കൂട്ടുന്നു. ദ റിസൾട്ട്, ടൺ കണക്കിന് സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നു. ഹ്യൂജ് ലോസസ്. സീ ഹൗ എ സ്മോൾ റിപ്പിൾ ബിക്കംസ് എ ജയന്റ് വേവ്. സോ ഹൗ ഡു വി ടേം ദിസ് ഡേഞ്ചറസ് ബുൾ വിപ്പ് ഇഫക്റ്റ്? അതെ, അതാണ് നമ്മുടെ അവസാനത്തെയും ആർഗ്യൂബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെക്ഷൻ. ലെറ്റ്സ് മൂവ് ഫ്രം ദ പ്രോബ്ലം ടു ദ സൊല്യൂഷൻസ്. ഈ ബുൾവിപ്പിനെ മെരുക്കാൻ ചില വഴികളുണ്ട്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇൻഫർമേഷൻ ഷെയറിംഗ്. അതായത് കടയിലൊരു കുട വിറ്റാൽ ആ ഡേറ്റ അപ്പോൾ തന്നെ ഫാക്ടറിക്ക് കിട്ടണം. അപ്പോൾ അവർക്ക് ഊഹിക്കേണ്ടി വരില്ല, അല്ലേ? പിന്നെ റെഡ്യൂസ് ലീഡ് ടൈംസ്. ഓർഡർ കൊടുക്കുന്നത് മുതൽ സാധനം കയ്യിൽ കിട്ടുന്നതുവരെയുള്ള സമയം കുറയ്ക്കുക. അതുപോലെ വലിയ ഓർഡറുകൾക്ക് പകരം സ്മോളർ ഫ്രീക്വന്റ് ഓർഡേഴ്സ് കൊടുക്കുക. പിന്നെ വില സ്ഥിരമായി നിർത്തുന്ന എവറിഡേ ലോ പ്രൈസിംഗ് പോലെയുള്ള ടെക്നിക്കുകൾ. ആൻഡ് ഫൈനലി കൊളാബറേഷൻ. എല്ലാവരും പാർട്ട്നേഴ്സിനെ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുക. സോ വാട്ട്സ് ദ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ഓഫ് ഓൾ ദിസ് കോർഡിനേഷൻ? ഈ കോഡിൽ പറയുന്നത് പോലെ തന്നെ ഇത് നഷ്ടങ്ങളും ഇൻഎഫിഷ്യൻസിയും കുറയ്ക്കും മാത്രമല്ല, ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ബെറ്റർ കസ്റ്റമർ സർവീസ് ആൻഡ് എ മച്ച് ബെറ്റർ ഓവറോൾ സപ്ലൈ ചെയിൻ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയുടെ ഒരുപാട് കാര്യങ്ങളെന്ന് പഠിച്ചു. ഇനി അടുത്ത തവണ നിങ്ങളൊരു സൂപ്പർമാർക്കറ്റിൽ പോയി ഒരു പ്രൊഡക്റ്റ് കയ്യിലെടുക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ ഇൻവിസിബിൾ നെറ്റ്വർക്കിനെക്കുറിച്ച്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ നിർത്താം. താങ്ക് യു.